Radioactivity, it is the phenomena of spontaneous disintegration of the nucleus of an atom with the emission of one or more radiations like alpha particle, beta particles or gamma rays. ആൽഫ ബീറ്റ ഗാമ റേസ് പോലെയുള്ള ഒന്നോ അതിലധികമോ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആറ്റംസിൻ്റെ ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഫിനോമിനയാണ് റേഡിയോ ആക്ടിവിറ്റി. ഒരു ആറ്റത്തിൻ്റെ ഒരു സബ്സ്റ്റൻസിൻ്റെ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ഒന്ന്, ആൽഫ ബീറ്റ ഗാമ റേസ് പോലുള്ള റേഡിയേഷൻസ് ഒന്നോ അതിലധികമോ എമിറ്റ് ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് സ്പോണ്ടേനിയസ്ലി പെട്ടെന്ന് തന്നെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക, ഡീകേ ചെയ്യുകയും ചെയ്യുന്ന ഫിനോമിനയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. The substances which spontaneously emit penetrating radiations are called radioactive substances. സബ്സ്റ്റൻസസ് ഇതേപോലെ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യുക, പെനിട്രേറ്റിംഗ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസിനെയാണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് ആണ്. അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യും? പെനിട്രേറ്റിംഗ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ആൽഫ ബീറ്റ ഗാമ പോലുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇനി റേസ് എന്നൊക്കെ പറഞ്ഞു. റേസിനെ കുറിച്ച് പഠിക്കാം. ആൽഫ റേസ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ആൽഫ ഡീകെ. വെൻ എ ന്യൂക്ലിയസ് അണ്ടർഗോസ് ആൽഫ ഡീകെ, ഒരു ന്യൂക്ലിയസിന് ഇനി ആൽഫ ഡീകെ ആണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ട്രാൻസ്ഫോം ടു എ ഡിഫറെൻറ്റ് ന്യൂക്ലിയസ് ബൈ എമിറ്റിംഗ് ആൻ ആൽഫ പാർട്ടിക്കിൾസ്. ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ന്യൂക്ലിയസ് അവിടെ ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആൽഫ പാർട്ടിക്കിൾസ് ആണ് ഇവിടെ ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കേട്ടോ. വെൻ എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് എമിറ്റ് ആൽഫ പാർട്ടിക്കിൾസ്, ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആൽഫ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുന്ന സമയത്ത് ആറ്റോമിക് നമ്പർ ഡിക്രീസ്ഡ് ബൈ 2 എന്ന് സംഭവിക്കുന്നുണ്ട്. ആറ്റോമിക് നമ്പർ, ആ സബ്സ്റ്റൻസിൻ്റെ ആറ്റോമിക് നമ്പർ 2 കുറയുകയും ചെയ്യുന്നുണ്ട്. മാസ് നമ്പർ 4 കുറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കാം, എക്സ് എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് കേട്ടോ. സബ്സ്റ്റൻസിൻ്റെ എ എന്ന് പറയുന്നത് അതിൻ്റെ ആറ്റോമിക് മാസും സെഡ് എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പറുമാണ്. അപ്പോൾ ഇതിന് ആൽഫ ഡീകെ ആണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഒരു ഡിഫറെൻറ്റ് ന്യൂക്ലിയസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഡിഫറെൻറ്റ് ന്യൂക്ലിയസ് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ആൽഫ പാർട്ടിക്കിൾ. ഹീലിയം എമിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ന്യൂക്ലിയസ് പുതിയത് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞു? ഇതിന് ആറ്റോമിക് നമ്പർ, ഇതിൻ്റെ ആറ്റോമിക് നമ്പറിന് 2 ഡിഗ്രി സിയും 2 ഡിഗ്രി സിയും അതേപോലെ തന്നെ മാസ് നമ്പർ 4 ഡിഗ്രി സിയും ചെയ്യും. പുതിയൊരു എലമെൻ്റ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. താഴെ നോക്കൂ, റേഡിയം എക്സാമ്പിളായിട്ട് കാണിക്കുന്ന റേഡിയത്തിനെയാണ്. റേഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 88 ആയിരുന്നു. ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 226 അപ്പോൾ റേഡിയം എന്ത് റിലീസ് ചെയ്തു? ആൽഫ പാർട്ടിക്കിൾസ് ഫസ്റ്റ് ആൽഫ ഡീകെ ആണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്താ ഫോം ചെയ്തു? ആൽഫ പാർട്ടിക്കിൾ ഇവിടെ ഫോം ചെയ്തു. ഹീലിയം ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയൊരു ന്യൂക്ലിയസ് ഫോം ചെയ്തു അല്ലേ. റേഡിയം മാറിയിട്ട് റാഡോൺ ആയി. പുതിയ ന്യൂക്ലിയസിന് ഇതിൽ നിന്നും 2 ആറ്റമിക് നമ്പർ കുറഞ്ഞു. 88 2 കുറഞ്ഞപ്പോൾ 86 ആയി. അതേപോലെ തന്നെ ആറ്റോമിക് മാസ് 4 കുറഞ്ഞു. അപ്പോൾ 222 ആയി. അപ്പോൾ 86 ആറ്റോമിക് നമ്പറുള്ള എലമെൻ്റാണ് റാഡോൺ ആയിട്ട് മാറി. ദെൻ ദ ആൽഫ പാർട്ടിക്കിൾസ് വിൽ ക്യാരി 2 പോസിറ്റീവ് ചാർജസ്. ഈ ആൽഫ പാർട്ടിക്കിൾസ് 2 പോസിറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൊഡ്യൂസ് മാക്സിമം അയണൈസേഷൻ ഇൻ ദെയർ പാത്ത്. അതേപോലെ തന്നെ ആ റേസ് പോണ സമയത്ത് ആ വഴിയിൽ മാക്സിമം അയണൈസേഷനും ആ റേസിന് നടക്കുന്നുണ്ട്. ആൽഫ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേ ആർ മോസ്റ്റ് ഡാമേജിങ് ടു ദ ടിഷ്യൂ എന്ന് സംഭവിക്കുന്നുണ്ട്. നമ്മൾ ടിഷ്യൂസ് ഏറ്റവും നന്നായിട്ട് നല്ല രീതിയിൽ ഡാമേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദ ആൽഫ റേഡിയേഷൻസ് ആർ നോട്ട് യൂസ്ഫുൾ ഇൻ ക്ലിനിക്കൽ മെഡിസിൻ. നമ്മുടെ ക്ലിനിക്കൽ മെഡിസിൻസിലൊന്നും ഈ ആൽഫ റേഡിയേഷൻസ് ഉപയോഗിക്കുന്നില്ല. ഇനി ബീറ്റ ഡീകെ ആണ് സംഭവിക്കുന്നുണ്ടെങ്കിലോ, a nucleus that decays spontaneously by emitting an electron or a positron is said to undergo beta decay. ബീറ്റ ഡീകെ ആണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും അല്ലെങ്കിൽ പോസിട്രോൺസ് എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വെൻ എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് എമിറ്റ് ബീറ്റ പാർട്ടിക്കിൾസ്, റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ബീറ്റ പാർട്ടിക്കിൾസ് അവിടെ എമിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ്സ് ആറ്റോമിക് നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1.
എന്ത് സംഭവിക്കുക, ഇവിടെ ആറ്റോമിക് നമ്പർ ഒന്ന് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ബട്ട് മാസ് നമ്പർ റിമെയിൻ സെയിം. പക്ഷെ മാസ് നമ്പറിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അവിടെ നോക്കി നോക്കൂ. അപ്പോൾ ഇതിന് റേഡിയോ ആക്റ്റീവ് ബീറ്റ ഡിക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആറ്റമിക് നമ്പർ ഒന്നുകൂടി, മാസ് നമ്പറിന് മാറ്റമൊന്നുമില്ല. ഇലക്ട്രോൺസ് ഒന്ന് ലിമിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ആൻറ്റി ന്യൂട്രിനോയും. എക്സാമ്പിൾ കാർബണാണ്. കാർബണിൻ്റെ ഒരു ആറ്റമിക് നമ്പർ കൂടിയപ്പോൾ നൈട്രജൻ ആയിട്ട് മാറി. Their mass is same, they can penetrate more distance. മാസ് നമ്പർ സെയിം ആണ്, പക്ഷെ they can penetrate ഒരുപാട് ഡിസ്റ്റൻസിൽ നമുക്ക് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയും ഈ റേസിന്. ഇനി ഗാമ ഡി കെ നോക്കി നോക്കൂ. ഗാമ ഡി കെ എന്ന് പറയുന്നത് there are energy level in a nucleus just like that energy level in atom. ആറ്റത്തിന് എനർജി ലെവലുള്ള പോലെ തന്നെ അതിനുള്ള ന്യൂക്ലിയസിനും എന്തുണ്ടാവും, എനർജി ലെവൽ ഉണ്ടായിരിക്കും. When a nucleus is in an excited state, it can make a transition to a lower energy state by the emission of electromagnetic radiation. നമ്മുടെ ന്യൂക്ലിയസ് എക്സൈറ്റഡ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എനർജി ലെവൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. നമുക്ക് ന്യൂക്ലിയസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ, അത് ഹൈ എനർജി സ്റ്റേറ്റിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എനർജി ലെവൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ കൊബാൾട്ട് ആറ്റമിക് നമ്പർ 27, മാസ് 60. ഇതെന്ത് സംഭവിക്കുന്നുണ്ട്, എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ എനർജി ലെവൽ കുറയ്ക്കണം. അപ്പോൾ ഉണ്ടോ, ഹൈ ലെവലിൽ നിന്നിട്ടുണ്ടായിരുന്ന ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ബീറ്റ നെഗറ്റീവ് പാർട്ടിക്കിൾസ് ഫസ്റ്റ് എമിറ്റ് ചെയ്തു. ബീറ്റ റൈസ് ആണ് എമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സംഭവിക്കാറുണ്ട്, നമുക്കറിയാം ആറ്റോമിക് നമ്പർ ഒന്ന് ഇൻക്രീസ് ചെയ്യും, മാസ് നമ്പറിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഫോം ചെയ്തു, നിക്കൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നെ 2 പ്രാവശ്യം ഗാമ റേസ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ് 1.17 മെഗാവോൾട്ടിലുള്ള ലിറ്റർ കറണ്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്, എനർജിയാണ് ഇവിടെ റിലീസ് ആയിട്ടുള്ളത്. ദെൻ രണ്ടാമതുണ്ടോ ലെവൽ കുറഞ്ഞു. ദെൻ വീണ്ടും അത് എനർജി ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. 1.33 മെഗാവോൾട്ടിൽ വീണ്ടും എനർജി റിലീസ് ചെയ്തു. അതിൻ്റെ നോർമൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലെത്തി. പക്ഷേ ഈ ഗാമ റേസ് പുറപ്പെടുവിക്കുന്ന സമയത്ത് ആറ്റമിക് നമ്പറിനോ മാസ് നമ്പറിനോ ഒന്നും വ്യത്യാസമൊന്നും വരുന്നില്ല. The emission of gamma particle does not change the mass number or atomic number of radioactive nucleus. radioactive nucleusൻ്റെ ആറ്റമിക് നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ മാസ് നമ്പറോ ചേഞ്ച് ആവുന്നില്ല. The alpha particle emission by radioactive nucleus lower its energy level. എന്ത് മാറുന്ന അവിടെ അതിൻ്റെ എനർജി ലെവൽ മാത്രമാണ് അവിടെ ചേഞ്ച് ആവുന്നത്. അടുത്ത ടോപ്പിക് ഐസോടോപ്സ്. The atoms of an element which have the same atomic number but different mass number are called isotopes. Isotopes എന്ന് പറയുന്നത് ആ എലമെൻറ്റിന് സെയിം ആറ്റമിക് നമ്പർ ആയിരിക്കും, പക്ഷെ മാസ് നമ്പർ വ്യത്യാസം ഉണ്ടാവും. ഐസോടോപ്സ് ഹാവ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടി ബട്ട് ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി. മാത്രമല്ല അവയ്ക്ക് സെയിം കെമിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും ബട്ട് ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ മാത്രമായിരിക്കും വ്യത്യാസം ഉണ്ടായിരിക്കുക. ദെൻ ഹാഫ് ലൈഫ് ഓഫ് ഐസോടോപ്പ്. ദ അൺസ്റ്റേബിൾ റേഡിയോ ഐസോടോപ്സ് അണ്ടർഗോ ഡീകേ. അൺസ്റ്റേബിൾ ആയിട്ടുള്ള റേഡിയോ ഐസോടോപ്സ് സംഭവിച്ചു, ഡീകേ സംഭവിച്ചു. നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിന് സ്പോണ്ടേനിയസ് ഡീകേ സംഭവിക്കും ചെയ്യാറുണ്ട്, ലൈറ്റ്സ് എമിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെയും അൺസ്റ്റേബിൾ ആയിട്ടുള്ള റേഡിയോ ഐസോടോപ്സിന് ഡീകേ സംഭവിച്ചു. ദ റേഡിയോ ആക്ടിവിറ്റി ഗെറ്റ് റെഡ്യൂസ്ഡ് ടു ഹാഫ് ഓഫ് ദ ഒറിജിനൽ വെൻ എ ഫിക്സഡ് ടൈം. This represents the half-life which is characterized for a given isotope. തന്നിട്ടുള്ള ഐസോടോപ്സിൻ്റെ ഒരു ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ടൈമിൻ്റെ ഉള്ളിൽ ഒറിജിനലിൽ നിന്നും അതിൻ്റെ ഹാഫായിട്ട് റേഡിയോ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് ടൈമിൽ ഒറിജിനലിൽ നിന്നും ഹാഫായിട്ട് റേഡിയോ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഹാഫ് ലൈഫ് ഓഫ് ഐസോടോപ്പ് എന്ന് വിളിക്കുക. The rate of decay or the half-life is a constant for a particular isotope. ഒരു പെർട്ടിക്കുലർ ഐസോടോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് ലൈഫ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് പിന്നീട് മാറുമൊന്നുമില്ല. ഏതൊരു ഐസോടോപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള
ഒരു ടൈം ഉണ്ടായിരിക്കും അതിന് ഹാഫ് ലൈഫ് ആവാൻ വേണ്ടിയിട്ടുള്ള. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പ്ലാനിങ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഡിസ്പോസൽ ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളും അതേപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിൻ്റെ ഡിസ്പോസലിനും അതേപോലെ തന്നെ എക്സ്പെരിമെൻറ്റ്സ് പ്ലാൻ ചെയ്യാനൊക്കെ ഈ ഹാഫ് ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റേഡിയോ ആക്ടിവിറ്റിൻ്റെ യൂണിറ്റ്സ് ആണ് ക്യൂറി, ബാക്ക്വൽ, റദർഫോർഡ്. ക്യൂറി എന്ന് പറയുന്നത് 1 ക്യൂറി എന്ന് പറയുന്നത് 3.7 × 10 DK/s ആണ്. ബി ക്യു എന്ന് പറയുന്നത് 1 DK/s അതേപോലെ തന്നെ 1 RD എന്ന് പറയുന്നത് 10⁶ DK/s ആണ്. ഇനി റേഡിയോ ആക്ടിവിറ്റീൻ്റെ ആപ്ലിക്കേഷൻസ്, ക്ലിനിക്കൽ കെമിസ്ട്രിയിൽ റേഡിയോ ആക്ടിവിറ്റീൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. Certain radioisotopes are used in the scanning of organs. നമ്മുടെ ബോഡിയിലുള്ള ചില ഓർഗൻസിൻ്റെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് റേഡിയോ ഐസോട്ടോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർഗൻസ് ആണ് തൈറോയ്ഡ് ഗ്ലാൻഡ്, ബോണ്, കിഡ്നി ഒക്കെ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന അതിൻ്റെയൊക്കെ സ്കാനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഐസോട്ടോപ്സ് ആണ് നോക്കാം. തൈറോയ്ഡ് ഗ്ലാൻഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐസോട്ടോപ്പാണ് 131 അയോഡിൻ. ബോൺ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സ്ട്രോൺഷ്യം 90. കിഡ്നിക്ക് അയോഡിൻ 131 ലാബിൾഡ് വിത്ത് ഹിപ്രാൻ. ദെൻ തൈറോയ്ഡ് ഗ്ലാൻഡ് എങ്ങനെയാണ് സ്കാൻ ചെയ്യാം? 24 hours ആഫ്റ്റർ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ ഡോസ് ഓഫ് 131 അയോഡിൻ ഇൻട്രാവീനിയസ്ലി ദ പേഷ്യൻ്റ് ഈസ് പ്ലേസ്ഡ് അണ്ടർ ദ സ്കാനർ. ഫസ്റ്റ് എന്ത് ചെയ്യാം? ഇൻട്രാവീനിയസ്ലി 131 അയോഡിന് പേഷ്യൻറ്റിന് കുത്തിവെക്കുക. എന്നിട്ട് 24 മണിക്കൂറിന് ശേഷം അയാളെ സ്കാൻ ചെയ്ത് നോക്കുക. സ്കാനർ താഴെ വെച്ചിട്ട് സ്കാൻ ചെയ്യുക. which dictate the radioactive emission from the neck region. അപ്പോൾ അയാൾ എന്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു? അയോഡിൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അയോഡിനാണ് കഴിച്ചിട്ടുള്ളത്, കുത്തി വെച്ചിട്ടുള്ളത്. ഇൻട്രാവീനിയസ്ലി കുത്തി വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അയോഡിൻ്റെ പ്രത്യേകത എന്താ? അയോഡിൻ തൈറോയ്ഡ് ഗ്ലാൻഡ് പെട്ടെന്ന് അയോഡിൻ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ തൈറോയ്ഡ് ഗ്ലാൻഡ് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നെക്ക് റീജിയനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് റേഡിയോ ആക്റ്റീവ് ആണ്. സോ ലൈറ്റ്സ് എമിറ്റ് ചെയ്യും. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള റേസ് ഇത് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. The actual distribution of radioactivity with the picture of approximate size, shape of the thyroid gland is produced. നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ സൈസും ഷേപ്പും എല്ലാം അപ്രോക്സിമേറ്റ് ഒരു പിക്ചർ ഫോമിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഏത് ഭാഗത്താണ് ഇഷ്യൂ വന്നിട്ടുള്ളത്, ഏത് ഭാഗത്താണ് ഡാമേജ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻസ് നടന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് വരുന്ന റേസിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫിഗർ ഏകദേശം ഒരു 3 ഡയമെൻഷണൽ ഫിഗർ നമുക്ക് കിട്ടും. Then bone scanning, the radioactive strontium is employed. ഇപ്പോൾ ബോൺ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോൺഷ്യമാണ് ഉപയോഗിക്കുന്നത്. The osteoblastoma could be detected very early by this method. ഈ മെത്തേഡ് വഴി നമുക്ക് ഓസ്റ്റിയോബ്ലാസ്റ്റോമ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഈവൻ ബിഫോർ ദ അപ്പിയറൻസ് ഓഫ് റേഡിയോളജിക്കൽ ചേഞ്ചസ്. അതും റേഡിയോളജിക്കൽ ചേഞ്ചസ് ഒക്കെ കാണിക്കുന്നതിന് മുന്നേ തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. Then kidney scanning ആണെന്നുണ്ടെങ്കിലോ അത് it is done by injecting 131 iodine labeled Hipran or 131 iodine labeled Diotrust. അയോഡിന് ഹിപ്യുറാനോ അല്ലെങ്കിൽ ഡയോട്രാസ്റ്റ് ഒക്കെ ലാബിൾ ചെയ്തിട്ടുള്ള റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിനാണ് നമ്മൾ കിഡ്നി സ്കാനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ബോത്ത് ആർ എക്സ്ക്രീറ്റഡ് ബൈ കിഡ്നി വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ് ആഫ്റ്റർ ഇഞ്ചക്ഷൻ. നമ്മൾ ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം ഫ്യൂ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഈ കോമ്പൗണ്ട്സ് എക്സ്ക്രീറ്റ് ചെയ്യും, യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യും. അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഡിഫക്ട്സ് ഇൻ ദ റീനൽ എക്സ്ക്രീഷൻ കുഡ് ബി ഈസിലി ഐഡൻറ്റിഫൈഡ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് റീനൽ എക്സ്ക്രീഷനിൽ എന്തെങ്കിലും ഡിഫക്ട്സ്, അനാറ്റമിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. റേഡിയോ ആക്ടിവിറ്റി ഈസ് യൂസ്ഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. അതേപോലെ റേഡിയോ ആക്ടിവിറ്റി ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദ radiations when absorbed by the tissue produce ionization in the path. എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ റേഡിയേഷൻ റേസ് കൊടുക്കണം. ഏത് ഭാഗത്താണ് ക്യാൻസർ ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ ക്യാൻസർ ടിഷ്യൂസിലേക്ക് നമ്മൾ റേഡിയേഷൻസ് കടത്തിവിടുന്ന സമയത്ത് ടിഷ്യൂസ് റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യും. ദ ന്യൂക്ലിക് ആസിഡ് ഇൻ ദ സെൽ ഈസ് ഡാമേജ്. അപ്പോൾ നമ്മളെ ക്യാൻസർ സെൽസിൻ്റെ ഉള്ളിലത്തെ ന്യൂക്ലിക് ആസിഡ്സ് ഈ റേസ് തട്ടിയിട്ട് ഡാമേജ് ആവും. സോ ദാറ്റ് ദ നെക്സ്റ്റ് സെൽ ഡിവിഷൻ ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ക്യാൻസർ സെൽസിൻ്റെ സെൽ ഡിവിഷൻ പിന്നീട് അങ്ങോട്ടേക്ക് പോസിബിൾ ആയിരിക്കില്ല.